ഹായ് ഹലോ, ഞാൻ ജ്യോതി. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സാറ്റർഡേ ദിവസത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ടും അറിയിക്കണേ. ഈ സാറ്റർഡേ എല്ലാവരും ഉള്ള ഒരു ദിവസമായിരുന്നു. സാറ്റർഡേ സാധാരണ മോന് ക്ലാസ് ഇല്ലാത്തതാണ്. ഈ സാറ്റർഡേ അവന് ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് മോൻ കോളേജിലേക്ക് പോയി. അതിനുശേഷം പിന്നെ ഞാനും അവനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകിയെടുത്തു. ഇന്ന് മോൻ പോയതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ തന്നെ തുടങ്ങിയത്. ആദ്യമേ വിചാരിച്ച് ഇന്ന് വീഡിയോ എടുക്കണ്ടെന്ന്, പിന്നെ വിചാരിച്ച് എടുക്കാമെന്ന്. അങ്ങനെ ഞാൻ പാത്രം കഴുകുന്ന സമയം കൊണ്ട് പിന്നെ അവൻ പോയി മീനൊക്കെ വാങ്ങി വന്നു. മീൻ വാങ്ങാൻ പോയപ്പോൾ അവൻ ചീരയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവന് ചീര വലിയ ഇഷ്ടമാണ്. എപ്പോൾ മാർക്കറ്റിൽ പോയാലും അവന് ചീര ഉണ്ടെങ്കിൽ ചീര വാങ്ങിക്കും. എനിക്കും മോനും അത്ര പിടുത്തമൊന്നുമല്ല ചീര. ചീരക്കകത്താവുമ്പോൾ നല്ല മണ്ണുണ്ടാവുമല്ലോ, അതൊക്കെ ഞാൻ ഒന്ന് നന്നായിട്ട് 2-3 വെള്ളത്തിലൊന്ന് കഴുകിയിടിക്കുകയാണ്. കഴിഞ്ഞ വർഷം അതിൻ്റെ അങ്ങേ വർഷമൊക്കെ ഞാനിവിടെ ചീര നട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ലതായിട്ട് ഉണ്ടാവുകയും ചെയ്തു. ഈ വർഷം നട്ടില്ല എന്ന് പറയാനൊക്കത്തില്ല. റെജി 10-15 ചീരത്തൈ തന്നിട്ടുണ്ടായിരുന്നു. അത് അത് കുറച്ചേ ഉള്ളതുകൊണ്ട് ഞാനത്ര ശ്രദ്ധിച്ചില്ല. അത് കാരണം അതത്ര നല്ലതായിട്ട് വന്നതുമില്ല. അങ്ങനെ ചീരയൊക്കെ ഒന്ന് കഴുകിയെടുത്ത് ഒന്ന് വെള്ളം വാലാനായിട്ട് ഞാൻ വയ്ക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് കറി വെക്കാനായിട്ട് കിട്ടിയിരിക്കുന്ന മീനെന്ന് വെച്ചാൽ ചേമീനാണ്. ഞങ്ങളുടെ ഇവിടെ ഇതിനെ ചേമീനെന്നാണ് പറയുന്നത്. വേറുള്ളിടത്ത് ഇതിനെ എന്തോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇനി ഇതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കണം. അത് വെട്ടി വൃത്തിയാക്കുന്നതിന് മുന്നേ ചോറിനുള്ള അരി അങ്ങ് അടുപ്പത്തേക്ക് ഇടാമെന്ന് വെച്ച്. അപ്പോൾ നമ്മുടെ മീനൊക്കെ വെട്ടിക്കൊണ്ട് വരുമ്പോഴത്തേക്കിന് ചോറ് ആവുമല്ലോ. അങ്ങനെ ചോറൊക്കെ അങ്ങ് അടുപ്പത്തേക്ക് ഇട്ടു. സാധാരണ വലിയ മീൻ വാങ്ങുമ്പോൾ അവൻ വെട്ടിത്തരുന്ന അവനെ പുറത്ത് കൊണ്ടുവരാൻ ആവശ്യമുള്ളത് കൊണ്ട് അവനങ്ങ് പോയി. അത് കാരണം ഇനി ഞാൻ തന്നെ അത് വെട്ടിയെടുക്കണം. മോനവൻ വരുമ്പോഴത്തേക്കിന് ഉച്ചയ്ക്ക് 1 മണിയൊക്കെ ആവും. അതിന് മുമ്പായിട്ട് നമുക്ക് ലഞ്ച് തയ്യാറാക്കാം. ഇന്നത്തെ ലഞ്ചിന് ഞാൻ ഉദ്ദേശിക്കുന്നത് മീൻകറിയും മീൻ വറുത്തതും ചീരത്തോരനും മോരുമാണ്. കുറച്ച് ചോറ് ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ചോറേ വെച്ചുള്ളൂ. അങ്ങനെ ചോറൊക്കെ അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ മീൻ കറിക്ക് വേണ്ട ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ ഒന്ന് പൊളിച്ചെടുത്ത്. സാധാരണ കൊച്ചുള്ളി ഫ്രിഡ്ജിൽ എപ്പോഴും കാണുന്നതാണ്. ഇന്ന് ഞാൻ വിചാരിച്ച ഫ്രിഡ്ജിൽ കൊച്ചുള്ളി കാണുമായിരിക്കുമെന്ന്, പക്ഷേ ഇല്ലായിരുന്നു. അങ്ങനെ മീൻ കറിക്ക് വേണ്ട കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ പൊളിച്ച് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ മീൻ വെട്ടാമെന്ന് കരുതി. ചെറിയ മീനൊക്കെ ആണെങ്കിൽ ഞാൻ കിച്ചണിൽ വെച്ച് തന്നെ അങ്ങ് വെട്ടിയെടുക്കും. വലിയ മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പുറത്ത് കൊണ്ടുവച്ചാണ് വെട്ടുന്നത്. അവിടെ വെച്ച് വെട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണേ. അത് കാരണം പുറത്ത് കൊണ്ടുവച്ചാണ് വെട്ടുന്നത്. അങ്ങനെ മീനൊക്കെ ഒന്ന് വെട്ടി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് കുറച്ച് കറി വയ്ക്കാനും കുറച്ച് വറുക്കാനും എടുക്കാം. ആദ്യം തന്നെ നമുക്ക് വറുക്കാനുള്ളതൊന്ന് മസാല പുരട്ടി വെക്കാം. മസാലയായിട്ട് എടുക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് വെള്ളവും ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. മീനും ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം മസാല പിടിക്കാനായിട്ട് മാറ്റി വയ്ക്കാം.
അങ്ങനെ മീനൊക്കെ ഒന്ന് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് ഇത്തിരി കറിവേപ്പില പൊട്ടിച്ചുകൊണ്ട് വരാം. ആദ്യം തന്നെ നമുക്ക് മീൻകറിക്ക് വേണ്ട മസാല അങ്ങ് തയ്യാറാക്കാം. ഒരു ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമുക്ക് 1-10 കൊച്ചുള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. മീൻകറി വയ്ക്കുമ്പോൾ എപ്പോഴും കറിച്ചട്ടിയിൽ തന്നെ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാലേ നമുക്ക് ആ തനതായിട്ടുള്ള മീൻകറിയുടെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മുടെ മീൻകറിക്ക് വേണ്ട അരപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻകറി അങ്ങ് തയ്യാറാക്കാം. ഒരു ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് ഇട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ വളരെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയെ ചേർക്കത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉള്ളവർക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ ഫ്ലേവർ അങ്ങനെ മുന്തി നിൽക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമേ ചേർക്കത്തുള്ളൂ. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പും ചേർത്തൊന്ന് ഇളക്കി ലോ ഫ്ലെയിമിൽ നമുക്ക് ഈ അരപ്പൊന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് മൂത്ത് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുടംപുളിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിവിടെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കുടംപുളിയാണ്. അത് നല്ല പുളിയുള്ളത് കൊണ്ട് ഞാൻ വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ മിക്സി കഴുകിയ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് ഈ അരപ്പൊന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അങ്ങനെ മീനെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് നേരം സ്പൂൺ ഇട്ട് ഇളക്കരുത്. ഒന്ന് ചട്ടി എടുത്തൊന്ന് ചുറ്റിച്ചൊടിക്കുകയേ ചെയ്യാവുള്ളൂ. ഇനി നമുക്കിതൊന്ന് മീൻകറി ഒന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. അത് മീൻകറി ആവുന്ന സമയം കൊണ്ട് നമുക്ക് ചീരയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാൻ ആദ്യം തണ്ട് വേറെ ഇല വേറെയായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. കാരണം തണ്ടിന് ഇച്ചിരി ഇലയേക്കായി വേവ് കൂടുതലാണല്ലോ. അങ്ങനെ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്ന സമയം കൊണ്ട് നമ്മുടെ കറിയും തിളച്ച് വന്നിട്ടുണ്ട്. ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പും പുളിയൊക്കെ ആവശ്യത്തിനുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ചീരയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ മീൻകറി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനി നമുക്കൊരു 2 മിനിറ്റ് അടച്ചു വെക്കാം.
2 മിനിറ്റിന് ശേഷം തുറക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ചീരയിലേക്ക് മോരിന് വേണ്ട തേങ്ങയൊക്കെ ഒന്ന് തിരുമിയെടുക്കാം. ഈ ഇരുന്ന് തിരുമുന്ന ചിരവ എൻ്റെ വീട്ടിലെ ചിരവയാണ്. ഇവിടെ ചിരവ പിടിപ്പിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നത്. അവിടെ ആണെങ്കിൽ നിന്ന് തിരുമുന്ന ചിരവയുണ്ട്. ഇനി നമുക്ക് ചീരത്തോരനുണ്ടാക്കാം. ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരത്തണ്ടും ചേർത്ത് കൊടുക്കാം. ചീരത്തണ്ടും ചേർത്തൊന്ന് ഇളക്കി അടച്ചു വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചീരയുടെ തണ്ടൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല ചേർത്ത് കൊടുക്കാം. ഇലയും ചേർത്തൊന്ന് ഇളക്കി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചീരയിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1.5 പിടി തേങ്ങ ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, 3-4 വെളുത്തുള്ളി, 2 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്. അതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്തൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അങ്ങനെ ചീരയിലേക്ക് വേണ്ട അരപ്പ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോഴേക്ക് നമ്മുടെ ചീര ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ചീരയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉപ്പും ചേർത്തൊന്ന് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചീരത്തോരനും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് മോരൂടി ഒന്ന് കാച്ചിയെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 പിടി തേങ്ങ ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകവും ഒരല്പം ഉലുവയും ചേർത്ത് കൊടുക്കാം. ഉലുവ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അല്പം ചൂടാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 അല്ലി വെളുത്തുള്ളിയും 3-4 കൊച്ചുള്ളിയും 1 പച്ചമുളകും ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് തൈരും ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മോരിന് ആവശ്യമായിട്ടുള്ള ബാക്കിയുള്ള തൈരും കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. ഞാനെപ്പോഴും മോര് കാച്ചുന്നത് ഈ മൺപാത്രത്തിലാണ് കേട്ടോ. മൺപാത്രത്തിൽ മോര് കാച്ചിയാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതൊരു പ്രാവശ്യം പൊങ്കാലയിട്ട ഒരു പാത്രമാണ്, അതിലാണ് ഞാൻ എപ്പോഴും മോര് കാച്ചുന്നത്. ഇനി നമുക്ക് ആ മോരൊന്ന് അനത്തിയെടുക്കാം. തിളപ്പിക്കണ്ട. മോരിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു, അങ്ങനെ ഉപ്പുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മോരൊക്കെ ഒന്ന് അനന്ന് വരുന്ന സമയം കൊണ്ട് അതിലേക്ക് നമുക്കൊന്ന് കടുകൂടി ഒന്ന് താളിച്ചൊഴിക്കാം. അപ്പോഴേക്കും നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല. അങ്ങനെ മോരിന് കടുവും കൂടി ഒന്ന് താളിച്ചൊഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മോര് കറിയും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് മീനൂടി ഒന്ന് വറുത്തെടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഞാൻ 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ മീൻ വറുക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ മീനൂടി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ ഞാൻ സ്റ്റൗവൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണിനുള്ള എല്ലാ ഐറ്റംസും റെഡിയായി കഴിഞ്ഞു.
ഞാൻ എപ്പോഴും സ്റ്റൗ ക്ലീൻ ചെയ്യുന്നത് കോളിൻ സ്പ്രേ ചെയ്താണ്. അത് സ്പ്രേ ചെയ്ത് സ്റ്റൗ ഒക്കെ ക്ലീൻ ചെയ്യുമ്പോൾ നല്ലൊരു തിളക്കവും കിട്ടും. അതിന് ശേഷം ഞാൻ കിച്ചൺ കൂടി ഒന്ന് നന്നായിട്ട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല ചൂട് ചോറും ചീരത്തോരനും മീൻ കറിയും മീൻ വറുത്തതും മോരും ഒക്കെ കൂടി കൂട്ടി ഉച്ചയ്ക്ക് നല്ല വിഭവസമൃദ്ധമായിട്ട് ഊണൊക്കെ കഴിച്ചു. ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ ഉച്ചവരെയുള്ള വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ടും അറിയിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.